എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മളുള്ളത് അബുദാബിയിൽ അടിപൊളി കിടിലൻ ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടിലാണ്. ഷോപ്പിൻ്റെ പേര് ഈ ദുനിയാവ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ വാഴയിലയിൽ നല്ല ഊണ് ഇവിടുത്തെ ഒരു മാസ്റ്റർ ഐറ്റമാണ്. നമുക്കൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം. ഊണ് കഴിക്കാൻ കരുതി ചെന്നതാണ്. പക്ഷേ നേരെ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അവിടെ. അങ്ങനെ ഊണ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എന്താണ് സ്പെഷ്യൽ ഡിഷ് എന്നുള്ളത് ചോദിച്ചപ്പോൾ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു. അങ്ങനെ അതും കാത്ത് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 ഐറ്റംസ് സലാഡ്, അതേപോലെ തന്നെ ചമ്മന്തി, അച്ചാർ, പിന്നെ പപ്പടവും, പിന്നെ അതിൻ്റെ സൈഡിൽ പായസവും. അങ്ങനെ ബീഫ് ബിരിയാണി വന്നു. ബീഫ് ബിരിയാണി അത്യാവശ്യം കുഴപ്പമില്ല, ക്വാണ്ടിറ്റി കാര്യങ്ങളുണ്ട്. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ബീഫും ഉണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സെയിം നമ്മൾ മറ്റുള്ള ഹോട്ടലുകളിൽ കിട്ടുന്ന പോലത്തെ ടേസ്റ്റേ അല്ല. സെയിം നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ്. എന്തായാലും ആ ഊണ് കിട്ടാത്തതിൻ്റെ വിഷമം ഈ ബിരിയാണി കഴിച്ചപ്പോൾ പോയി. എന്തായാലും എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷാണ്. അബുദാബി വഴി ആരെങ്കിലും യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ കഴിച്ചിട്ട് എന്ത് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഹംദാൻ സ്ട്രീറ്റിൽ, അബുദാബി ഹംദാൻ സ്ട്രീറ്റിൽ നമ്മുടെ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. മലബാർ ഗോൾഡ് സൂക്കിൻ്റെ ഒക്കെ ആ ഭാഗത്താണ്. അതിൻ്റെ അടുത്താണ് ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഒന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അവിടുത്തെ എടുത്തു പറയേണ്ട ഒന്നാണ് കസ്റ്റമർ സർവീസ്. നല്ല അടിപൊളി കസ്റ്റമർ സർവീസാണ്. അപ്പോഴത്തെ സ്റ്റാഫുകളാണെങ്കിലും നല്ല സർവീസാണ്. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒന്നാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഫാമിലി ആയിട്ട് പോണവരും അല്ലാതെ പോണ ആളുകളും അബുദാബി വഴി പോവുകയാണെങ്കിൽ നമ്മുടെ ഈ മുഹബത്തിൻ്റെ ഈ ദുനിയാവ് എല്ലാവരും ഒന്ന് പോയി നോക്കുക. എന്നിട്ട് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും എന്ത് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.